സുജയുടെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവം? സുജയുടെ ആദ്യത്തെ വൈഫ് അവര് മരിച്ചു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. വേറെ ഹസ്ബൻഡ് ഉണ്ട്, വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? തോന്നിയെങ്കിലും ഞാൻ അത് ചോദിച്ചില്ല. നോക്കിയപ്പോഴാണ് സൂചാന്റെ DP കണ്ടിട്ട് ഇത് ആരാ, മോനാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കിച്ചു. മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. രണ്ടും കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ, എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആകാതെ എന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കുന്നത്? ഒരു കല്യാണം നടന്നാൽ അത് ലീഗലി ആണെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷമേ വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കും. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. അപ്പൊ ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? ഒന്നും അറിയത്തില്ല. കല്യാണം നമ്മള് താലി കെട്ടിയാലും കല്യാണം അല്ലേടാ. താലി കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കല്യാണം എന്നാ നടന്നെന്നോ എന്താക്കാ താലി കെട്ടി ഒന്നും ചോദിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചിട്ടില്ല. കിച്ചു എപ്പോഴെങ്കിലും പഴയ അമ്മയെ പറ്റി തിരക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സംസാരിച്ചിട്ടേ ഇല്ല. തോന്നാൻ മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല. അവൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കും. മോനെ നിനക്ക് പോണെങ്കിൽ പോകാം കേട്ടോ, ഞാൻ വരാം, കൊണ്ടുപോവാം. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കല്ലേ, നിങ്ങളെ ഇറങ്ങിപ്പൊക്കെ ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ. അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് അമ്മ വെളിയിൽ പൊക്കെ ഞാൻ ഗെയിം കളിക്കട്ടെ. കിച്ചുവിന് ഇത്ര ഒരു ദേഷ്യം വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെ വിട്ടിട്ട് പോയത്? അതുകൊണ്ടാണോ? വേറൊരാളായിട്ട് പോവായിരുന്നു, സ്നേഹിച്ചു. കൊച്ചിനെ ഇടയ്ക്ക് കാണാനൊക്കെ വന്നിട്ടുണ്ട് അന്ന് സ്കൂളില്. ഇപ്പൊ സൂചേട്ടൻ മാറി നിൽക്കും, അവര് ഹസ്ബൻഡും വൈഫും വന്ന് കൊച്ചിനെ കാണും, സപ്പാനം കൊടുക്കും. സൂചേട്ടൻ ഇങ്ങനെ മാറി സിനിമ കഥ പോലെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ വലുതായി കഴിഞ്ഞാൽ പിന്നെ കിച്ചു കണ്ടിട്ടില്ല. ചേച്ചിക്ക് ആളെ പറ്റി പറയുമ്പോ എന്താ ദേഷ്യമായിരുന്നോ തോന്നുന്നത്? ഒരിക്കലുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ സൂചേട്ടനെ, ആ ഒരു ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. എന്റെ ആണെന്നുള്ളൊരു എന്താ പറയാ ഒരു ബോധം എനിക്കുണ്ടായി. ഇവരെന്റെ ആണ്, സുധിച്ചേട്ടനും മകനും എന്റെ ആയല്ലോ എന്തോ എനിക്കറിയില്ല. ചിലപ്പോ അതൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും, മുന്നമേ എന്തോ കരുതി വെച്ചതായിരിക്കണം. എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കോണ്ടാക്ട് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനു പിണക്കം, എനിക്ക് ഒരു പിണക്കമല്ലേ, സന്തോഷമേ ഉള്ളൂ. വീഡിയോ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട് ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി രേണുവിനെ കണ്ടതിൽ. ഞാനോടത്ത് രേണു എന്നോട് ഞാൻ ഒരിക്കലും എനിക്കൊരു പിണക്കം ഇല്ലടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വെച്ച് കുഞ്ഞിന് സുഖമാണ്. എന്നിട്ട് കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേ ഇല്ല. സുചേട്ടൻ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം,